ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോ ലൂണ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത്. അപ്പൊ ലൂണ വരുമ്പോ കൊയ്ഫോ അതോ ഡ്രിൻസിച്ചോ പുറത്താവും? അത് ആരാണ് പുറത്താവുക എന്നുള്ളതൊക്കെ ആയിരിക്കും ആരാധകരുടെ ആകാംക്ഷ എന്നുള്ളത്. അപ്പോ നമ്മള് സ്പോട്ടോപ്പിയ ഒരു പ്രെഡിക്റ്റഡ് 11 നമ്മൾ കാണുന്നുണ്ട്. ലൂണ തിരിച്ചു വരുന്നതോടെ ആര് പുറത്തു പോകാനാണ് സാധ്യത എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോ ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന 11 എന്ന് പറയുന്നത് ഗോൾ കീപ്പർ ആയിട്ട് സച്ചിൻ സുരേഷ് തന്നെ ആയിരിക്കും. ബാക്കില് നമ്മുടെ ഡ്രിൻസിച്ചും അതുപോലെ തന്നെ പ്രീതം കോട്ടാരൻ ആയിരിക്കും സെന്റർ ബാക്കുമാരായിട്ട്. വിങ്ങേഴ്സ് ആയിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഐബൺ ഡോലിങ്ങും റൈറ്റ് ബാക്ക് ആയിട്ട് നവോച്ച ആയിരിക്കും വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം സന്ദീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ വലിയൊരു പിഴവ് നടത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വിപിനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖാണ്. കാരണം കൊയ്ഫ് കഴിഞ്ഞ കളിയിൽ നല്ല പെർഫോമൻസ് നടത്തിയിരുന്നു. പക്ഷെ ലൂണ തിരിച്ചു വരുന്നതോടെ കൊയ്ഫിന്റെ സ്ഥാനം അവിടെ നിന്ന് തെറിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ കളിയിൽ വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. അത് യാതൊരുവിധ സംശയവും നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതിന് ആദ്യത്തെ കളിയിലെ പിഴവ് മുഴുവൻ അദ്ദേഹം രണ്ടാം കളിയിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അടുത്തത് നമ്മൾ ഫോർവേഡ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് മിഡ്ഫീൽഡിൽ നമുക്കറിയാം അഡ്രിയാൻ ലൂണ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലും റൈറ്റ് വിങ്ങർ ആയിട്ട് രാഹുൽ കെ പി തന്നെ ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് നോവ സദോയും ഉണ്ടാവും എന്നുള്ളതാണ്. സെന്റർ ഫോർവേഡ് ആയിട്ട് ജീസസ് തന്നെ കളിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ പെപ്ര സെക്കൻഡ് ലെവലിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോ എന്താണ് ഈ 11 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ആരൊക്കെയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അണിനിരക്കുക എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും